വിളിക്കേണ്ട ആൾ ഇനി എത്തിയിട്ടില്ലല്ലോ. എത്ര നേരം എന്തോരം പ്രശ്നങ്ങളാ ഒരു ദിവസം ഞാൻ തീർക്കും. നോക്കിക്കേ, 100 പേരല്ലേ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്റെ ഭഗവാനേ. എത്തേണ്ടവരൊക്കെ സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ പരമശിവൻ വന്നില്ല, ഗോപാലൻ വന്നില്ല, 5 പേരെ വിട്ടുപോയി, 4 പേരെ വിട്ടുപോയി എന്നുള്ള സംസാരം ഇവിടെ ഉണ്ടാവരുത്. കാരണം എനിക്ക് ഇതുപോലെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ തീർക്കാനുള്ളതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് തീരെ സമയമല്ല, എനിക്ക് ഉടനെ പോയാ പറ്റൂ. തണ്ടി പറഞ്ഞ കാര്യം ചെയ്യടാ. നീ എന്താ കൊന്തളിക്കുന്നേ? എന്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരരുതെന്ന് പറഞ്ഞിട്ടില്ലടാ ഞാൻ. നിക്കടാ. നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ വന്നത്, എല്ലാവർക്കും വേണ്ടി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. നീയാണ് നേതാവ്. ഒന്ന് താമസിച്ചതേ എല്ലാവരും തലേ കയറുന്നു. പെട്ടെന്ന് പറ. പെമ്പിളാര് റോഡിൽ കൂടെ പോയാ അരക്കെട്ടിന് പിടിക്കുമല്ലേ? കാണാൻ കൊള്ളാവുന്ന അരക്കെട്ട് പപ്പടം കണ്ട നല്ല ചൂടുള്ള എണ്ണയിൽ കാച്ചാൻ തോന്നില്ലേ? ഇത് ചോദിക്കാനാണോ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്? നീയൊക്കെ ഏത് കോത്താഴത്തിലെയാണ്? നിക്കട്ടെ, തിരക്ക് കൂട്ടാതെ. തേച്ചു വെച്ചിട്ടുണ്ടല്ലോ, റെഡിയാണോ? ധൈര്യം വിടരുത്. എനിക്കത് മോശപ്പേരല്ലേ, റസ്കൽ. എന്നാ കേട്ടോ, ആ പെണ്ണിന്റെ അരക്കെട്ടൊന്ന് പൊട്ടിച്ചത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ അംഗമായി കണ്ട എന്നോട് ക്ഷമിക്കണം. എന്താടാ തോന്നിയോസെല്ലാം കാണിച്ചിട്ട് നീ ന്യായം പറയുന്നല്ലടാ? അടിച്ചു കൊള്ളാ. എന്റെ സാധനം എടുത്തേ. ഒരു ദിവസം 3-4 ഡ്രസ്സല്ലേ മാറ്റേണ്ടി വരുന്നത്. എന്തൊരു ചെലവാ. കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ കൊണ്ട് പോലും സഹിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു ചേട്ടാ? എടാ മോനെ, ഇതൊക്കെ എനിക്ക് പണ്ടേ ശീലമായതല്ലേ. ഈ അടികൊണ്ട കേസിൽ എനിക്ക് ഇലക്ഷനിൽ നിൽക്കാം. ഇലക്ഷനോ? അതേടാ, വാങ്ങിയതിന് വല്ല കണക്കുണ്ടോ? ഇത് പറഞ്ഞ് വോട്ട് ചോദിക്കുവാണെങ്കിൽ എല്ലാവരും കൂടി എന്നെ CM ആക്കും. പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ MLA ആക്കും. ആദ്യം പൗഡർ ഇട് ചേട്ടാ. ചേട്ടൻ വലിയ ബുദ്ധിമുട്ടാ. ചെയ്ത തെറ്റ് സമ്മതിച്ച് അടി മേടിച്ച നമ്മുടെ ഒരേ ഒരു നേതാവ് നമ്മുടെ പുലിക്കുട്ടി. നമ്മുടെ അടുത്ത സ്ഥാനാർത്ഥി വരുംകാല പ്രധാനമന്ത്രി. എടാ നിർത്തടാ, നിർത്ത്. ഒരുപാട് നാളെ ഒരു കാര്യം ചോദിക്കുന്നു വിചാരിച്ചിട്ട്. ചേട്ടൻ ഒട്ടും പേടിക്കാതെ എത്ര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, എത്ര ഗ്രാമം ചുറ്റിക്കറങ്ങുന്നു. പക്ഷെ ചേട്ടന്റെ വീട്ടിൽ കയറാനായിട്ട് പുറവശത്തെ വാതിൽ കൂടെ അല്ലേ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നങ്ങളല്ലേ? അതിനൊക്കെ ഒരു കാരണം ഉണ്ടടാ. അവിടെയുള്ള മീശക്കാരൻ എന്റെ അമ്മാവനില്ലേ, അങ്ങേര് കുറച്ച് ഓവറാ. നമ്മള് വരുമ്പോ തടഞ്ഞു നിർത്തി നമ്മളോട് വല്ലതും ചോദിച്ചാ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ക്രിമിനൽ ആയിട്ട് ചിന്തിച്ച് വല്ലതും ഞാൻ ചെയ്യും. വല്ല കാര്യമുണ്ടോ? എങ്ങനെയാ ചേട്ടാ ഇതൊക്കെ? എല്ലാം മുൻകൂട്ടി കാണുന്നവനാടാ ഈ ഞാൻ. നിങ്ങൾ എങ്ങോട്ടാ വരുന്നത്? നമ്മുടെ കൂട്ടുകെട്ടൊക്കെ ആ ഗേറ്റിന്റെ അപ്പുറത്ത് പെരക്കകത്ത് വന്ന് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കുന്ന വേലയൊന്നും വേണ്ട. അയ്യോ എന്റെ ചേട്ടാ, അറിഞ്ഞോ? ഞാൻ എങ്ങനെ അറിയാനോ? എടോ പോടോ, ഒരു കാര്യം പറയാൻ വന്നാ അടിക്കല്ലേ? അറിയാതെ അടിച്ചു പോയതോടാ. ഈ ചേട്ടനല്ലേ അടിച്ചത്, പറയടോ. പറഞ്ഞില്ല എന്റെ ശ്വാസം നിൽക്കടാ. എന്താന്ന് വെച്ചാ ദയവ് ചെയ്ത് പറഞ്ഞൊന്ന് തൊലക്കടാ. പോയി ചാകി. അതായത് ചേട്ടാ, നിങ്ങളുടെ വീട്ടുകാര് പുതിയ റൈസ് മില്ല് തുടങ്ങുന്നില്ലേ? അതെ. അതിന് നിങ്ങളുടെ പേര് വെക്കാതെ വേറെ ആരോടോ പേര് വെക്കാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇപ്പൊ അരക്കെട്ടിന് പിടിച്ചൊരു കേസ് പറഞ്ഞില്ല, അവിടെ ഇതൊക്കെ പൊക്കോ. നിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കിക്കടി. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? എന്തോന്നും കേട്ടില്ലെന്നാ. വത്സമേന്ന് വിളിക്കുന്നതും കേട്ടു, കല്യാണിന്ന് വിളിച്ചതും ഞാൻ കേട്ടു. അതേ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്താ? എടി ഞാൻ ആരാ? എന്റെ പിള്ളേരുടെ തന്തയാ. നിന്റെ ആരാ? ഭർത്താവ്. നിന്റെ അച്ഛന്റെ ആരാ? ഒന്നിനും കൊള്ളാത്ത മരുമോന്. എന്താ പറഞ്ഞ? മരുമോനെന്ന് പറഞ്ഞാ അറിയാലോ. നിന്റെ പിള്ളേർക്ക് അച്ഛൻ, നിനക്ക് ഭർത്താവ്, നിന്റെ അച്ഛന് മരുമോനും. ഇങ്ങനെ 3 പോസ്റ്റ് വെച്ചിട്ട് ഞാൻ നായനെ പോലെ ഇവിടെ അലയുമ്പം പുതിയ റൈസ് മില്ലിന് പേര് വെക്കുവാൻ ഇവിടെ ഡിസ്കഷൻ നടക്കുവാനല്ലേ? ഡിസ്കഷൻ. അതെ, അതിനെന്താ ഇപ്പൊ? എന്തോന്ന് അടിച്ചു നിന്റെ അണപ്പല്ലൂരി ഞാനാ. എടി, കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഞാൻ വെളിയിൽ പോയി തരണം ചെയ്യുന്നത്, എന്തുമാത്രം ത്യാഗങ്ങളാണ് ഞാൻ സഹിക്കുന്നത്. അങ്ങനെയുള്ള വി മാധവൻ എന്റെ പേര് വെച്ചാൽ നിങ്ങളൊക്കെ കുറഞ്ഞു പോവാടി, കുറഞ്ഞു പോവോ? എന്താ മോളെ താഴെ ഒരു ബഹളം? വെറുതെ സംസാരിച്ച് നിൽക്കുവോ അമ്മാവാ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ പേടിച്ചു പോകുന്ന? നിന്റെ അച്ഛന് കൊമ്പ മീശ ഉണ്ടെന്ന് വെച്ച് മീശ മാധവൻ എന്നാണോ വിചാരം? വീണ്ടും എന്താ കൊച്ചാ സംസാരിച്ച് നിൽക്കുവോ അമ്മാവാ? വീണ്ടും വിളിച്ചാ ഞാൻ പേടിച്ചു തൂറുവോ? ഒന്ന് പതുക്കെ പറ. എന്തിനു ഞാൻ പതുക്കെ പറയണം? എന്തിനും പതുക്കെ പറയണം? അങ്ങനെ തന്നെ പറ. കുത്തി കൊടലെടുക്കും ഞാൻ പറഞ്ഞേക്കാം. എങ്ങനെ ഇപ്പൊ പഞ്ചായത്തിൽ വെച്ച് കിട്ടിയില്ലേ, അതേപോലെയോ? ഇതിനിടയ്ക്ക് വിവരമൊക്കെ ഇവർ അറിഞ്ഞു. ഈ വിവരം മാത്രമല്ല, വേറൊരു വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ ആരൊക്കെ അടിക്കാഞ്ഞേ? സുരേഷ് ഏട്ടനും വെങ്കടി മാമനും. അച്ഛൻ ശരിക്കും മേടിച്ചു. കൊച്ചിനെ വളർത്തി വെച്ചിരിക്കുന്നു. കൊച്ചിനെ നിങ്ങളുടെ മക്കളല്ലേ, അങ്ങനെ ഉണ്ടാവും. എന്റെ പേരിടാൻ പറ്റുമോ ഇല്ലയോ? അതിനുത്തരം താടി ആദ്യം.
ശ്ശേ. പറ്റില്ല പറ്റില്ല. എടി വത്സമ്മേ, എന്താ ഒന്നും കൊച്ചേ മിണ്ടാതിരി പറയട്ടെ കളവാ. സ്വസ്ഥമായിട്ട് സ്വന്തം ഭാര്യയോട് 2 വാക്ക് പറയാൻ സമ്മതിക്കില്ലടോ. എല്ലാ കാര്യം അറിയണോ അല്ലേ? കൊമ്പം മീശ ഉണ്ടെന്ന് വെച്ച് എന്ത് വേണം ചോദിക്കുവോ? എനിക്ക് മീശ വെക്കാനൊക്കെ അറിയാം. ദേഷ്യപ്പെട്ടെന്ന് വെച്ച് ചോറിനകത്തെങ്ങാനും വിഷമിക്കുവോ? ദാസാമി കാപ്പി. എന്താ മോളെ മരുമോൻ ഒച്ചോണ്ടാക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. ആ പറയട്ടെ, എന്താ സ്വാമി? നന്ദിനിയുടെ ഭർത്താവ് എന്ത് ജോലിയാ ചെയ്യണേ? മുംബൈയില് കാറ് കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുക സ്വാമി. ഓ അതെ, കൂടെ നമ്മുടെ ചെറിയ മരുമകന്റെ ജാതകം കൂടെ ഒന്ന് നോക്കാൻ പറ. താ സ്വാമി, ഇത് ചെറിയ മരുമോന്റെ ജാതവാ. ഈശ്വരാ. ഹനിയ, എന്താ സ്വാമി? നന്ദിനിക്ക് ജാതകം നോക്കിയല്ലേ കല്യാണം നടത്തിയത്? അതെ സ്വാമി. എന്താ അങ്ങനെ ചോദിച്ചത്? കാരണമുണ്ട്. ആ ആ ജാതകപ്പടി നിങ്ങളുടെ മരുമോന് 2 നാരിമാരുണ്ട്. എന്താ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നേ? ജാതകത്തിൽ അങ്ങനെയാടോ. ഹോയ്, കിസ് ദുനിയാ മേ ഹേ? ഏയ്, അവനെ ഒന്ന് നോക്ക്, എന്ത് സ്മാർട്ടാ, എത്ര സുന്ദരനാണ്. ഏത് നാട്ടുകാരനാണോ? മുഖം കണ്ടാ അറിയത്തില്ലേ ആവേലും സാമ്പാറും കഴിക്കുന്ന മലയാളിയാന്ന്. അല്ലടി, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ സ്വപ്നത്തിൽ കാണുന്ന രാജകുമാരൻ അവനെപ്പോലെ തന്നെയാണടി. ഏയ്, ചുമ്മാ നമ്പർ ഇറക്കല്ലേ. പ്രോമിസ് ആയിട്ടും. അങ്ങനെയാണെങ്കിൽ നീ അവനെ പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. എങ്ങനെയാടി ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പ്രപ്പോസ് ചെയ്യുന്നത്? അത് നടക്കില്ല. ഇങ്ങോട്ട് നോക്കേ, ചെറിയ പെൺകുട്ടികളാണെങ്കിൽ വേഗം ഇവനെയൊക്കെ വളയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കാര്യം എക്സ്ക്യൂസ് മീ, നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണോ നിങ്ങൾക്ക്? ഹലോ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നീ വാ പത്തിയങ്ങ് മിണ്ടായിരുന്നാ മതി. വന്നിരിക്കുന്നു. എടി നോക്കേ, അവള് നിന്നേക്കാള് സുന്ദരിയാ. ടെഡി ബെയർ പോലുണ്ട്. കെയർഫുൾ ആയിരുന്നോ? കേട്ടല്ലോ നീ. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോ ഇല്ലയോ? അവന്റെ മുഖം കണ്ടോ നീ? ചിരിച്ച് വളരെ സന്തോഷമുള്ള മുഖമാ. അവനെ കണ്ടാലറിയാം അവനെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നില്ല എന്ന്. ഇറങ്ങ വേഗം ഇറങ്ങ. അവിടെ ഉണ്ട്, വേഗം വാ. ഓ ഏയ് ചൽ, ജൽദി ചൽ. ഏയ് ചലി ജായേഗാ. അമ്മേ വേഗം കേറമ്മേ. ജൽദി ചലോ. ജൽദി ജൽദി. തന്നെ ഇത് ക്ലൈമറ്റിംഗ് ഉള്ളതാ, എല്ലാം അർജന്റാ. ഓക്കേ, പ്ലീസ് ഡു സംതിങ്. ഹായ്, ആർ യു മലയാളി? ഞാൻ പറഞ്ഞല്ലേ, എന്റെ സഹായം എന്തെങ്കിലും വേണോ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവൾക്ക് എന്തൊക്കെയോ ചെയ്യണോന്ന്. ഏയ് ചുമ്മാ ഇരുടി, കൊളുത്തി വിടല്ലേ. നീ തുറന്നു പറയടി, സാറ് കേക്കട്ടെ. പറയുന്നേ. സോറി, ഡോണ്ട് മിസ്റ്റേക്ക് മീ. നോ നോ, ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ. I like you very much. So I love you. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലേ പറയാൻ വേഗം പറ. ഇവിടെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ മാറ്റി നിർത്തി. എന്താ പ്രേമം തുടങ്ങിയോ? എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരി കൊള്ളാം, കഴിക്കാന്ന് പറ. പക്ഷേ എനിക്ക് ഒരു ചെറിയ പ്രശ്നം. പറയൂ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കല്യാണം കഴിച്ചതാ. സോ വാട്ട്? അവളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഇവളെ കല്യാണം കഴിച്ചൂടെ? ഈ ഐഡിയ കൊള്ളാമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു. എനിക്കാണ് അവളോടൊപ്പം ജീവിച്ച് ബോറടിച്ചു. അവളെ ഡിവോഴ്സ് ചെയ്തേക്കട്ടെ. കുട്ടിയുടെ പേരെന്താ? നിനക്കെന്റെ കൂടെ ജീവിച്ച് ബോറടിച്ചോ? അതും ഏതോർത്തിയോട് പറയുന്നു? ചുമ്മാ തമാശക്ക് പറയാ. മനസ്സിലുള്ളതാ പുറത്തേക്ക് വരുന്നേ. എന്താ എന്താ വിചാരിച്ചിരിക്കുന്നേ? തമാശ കളിക്കണോ? തമാശക്ക് നീ ഡൈവോഴ്സ് ചെയ്യോ? ഞാനെല്ലാവർക്കും മറ്റാരെങ്കിലും നിന്റെ ലൈഫിൽ കൊല്ലും ഞാൻ. എടാ കള്ളം. എല്ലാം വിധിയാടി.
എന്താ ഇത് ഇവിടെല്ലാം കുറച്ച് ഓവറാണല്ലോ. പാവല്ലേ. എന്നോട് കേരളീയനാണോ എന്ന് ചോദിച്ചു. എന്തൊരു ഒലിപ്പിക്കലായിരുന്നു അവള്. ഒരു മിനിറ്റ്. പറഞ്ഞാട്ടെ. ഞാനൊരു പരുന്ന് വാങ്ങിട്ട് വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വേഗം വരാം. ഓക്കെ. ഇല്ലല്ലോ പറ. പോകല്ലേ. എന്തു പറ്റി? അവൻ നമ്മുടെ സീനിയറിന്റെ വൈഫിന്റെ കൂടെ ഒളിച്ചോടി പോയി. അയ്യേ, അതേടാ സത്യം. അത് കഴിഞ്ഞിട്ട് വേറെന്ത് പറയാ, അവരെന്ത് ചെയ്തു? സീനിയർ ഓഫീസിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എടാ അവർക്കൊരു 40 വയസ്സെങ്കിലും കാണുമല്ലോ. വയസ്സൊക്കെ എന്താടാ. ആരടാ ഇത് ദേഹത്തോണ്ട് വണ്ടി? എന്താടാ സുഖാണോ?